അപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ ഡ്യൂക്കിൻ്റെ ടയറിന് ഒരു അള്ളു വെക്കുന്ന പോലെ ഫുൾ പഞ്ചറാണ്. ഒരു മാസം തന്നെ 2-3 തൊട്ടായി വണ്ടി പഞ്ചറാകുന്നത്. സെറ്റ് ചെയ്യാന്ന് വിചാരിച്ച് നേരെ പോകാൻ നോക്കുമ്പോൾ ഒടുക്കത്തെ വെയിൽ. സൺസ്ക്രീം ഒക്കെ ഇട്ടിട്ട് പോകണം കേട്ടോ. നല്ല ഓഫർ റേറ്റിന് സൺസ്ക്രീം ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ഞാൻ അയച്ചുതരാം. സൺസ്ക്രീം ഇടാതെ പോയാൽ നമ്മൾ കരിഞ്ഞ് അൽഫാമായി പോകും. തിരിച്ചറിയുമ്പോൾ നമുക്ക് അമ്മയ്ക്ക് പോലും നമ്മൾ തിരിച്ചറിയേണ്ടായി പോകും. നേരെ നമ്മൾ ഡ്യൂക്കും എടുത്ത് പൊതുവെ ഞാൻ ഹെൽമെറ്റ് ഇടാറില്ല, പക്ഷേ വെയിലായതുകൊണ്ട് ഹെൽമെറ്റ് ഇട്ടിട്ട് ഒറ്റ വിടൽ വിട്ട് നേരെ നാട്ടിലെ ടയർ കടയിൽ ചെന്ന് നോക്കി ഫസ്റ്റ് തന്നെ എയർ അടിച്ച് നോക്കിയിട്ട് ലീക്ക് കണ്ടുപിടിക്കണം. കാര്യം എവിടെയോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ലീക്കാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളങ്ങനെ ഒരു വിധത്തിൽ കാറ്റ് എയറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് വെള്ളം അടിച്ച് നോക്കുമ്പോൾ ഇതേ ചെറിയൊരു കൊമ്മള പൊങ്ങി വരുന്നത്. ഈ കുമളിയിൽ നിന്നാണ് നമ്മുടെ ഇത് ലീക്കായി പോകുന്നത് കേട്ടോ. 10,000 രൂപ കൊടുത്ത് 2 ടയർ ഇട്ടതാ. ഫുൾ ടൈം പഞ്ചറായിട്ട് ടയർ നല്ല രീതിയിൽ തേഞ്ഞ് തീർന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം തിരികെ വെച്ചത് വലിച്ച് പൊളിച്ച് ഇങ്ങനെയാണ് പഞ്ചർ ഒട്ടിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ജിമ്മിൽ പോകാറുണ്ടെന്ന് ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിച്ച് താഴ്ന്ന കമന്റ്. നേരെ പോയിട്ട് ഉച്ചയാണെങ്കിൽ ഒരു ചായ കുടിക്കാതിരിക്കുമ്പോൾ ഒരു സമാധാനമേ ഇല്ല. എന്തായാലും നമുക്ക് കള്ളും കഞ്ചാവും ഒന്നും ഇല്ലല്ലോ, ഒരു ചായ അഡിക്ഷൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും നിർത്താൻ പറയും, പക്ഷേ പറ്റുന്നില്ല. അത് നേരെ കൊറിയർ ഓഫീസിൽ ഒരു കോൾ വന്നു. കൊറിയർ ഓഫീസ് നമ്മുടെ ആലച്ചേരി നാട്ടിൽ തന്നെ തിരിച്ചെത്തി നോക്കും. അപ്പോൾ ചെറിയൊരു കൊറിയർ എത്തി. ഇതെന്താണെന്ന് പോലും എനിക്കറിയില്ല. എന്നോട് പറഞ്ഞാൽ 100 രൂപ പേ ചെയ്യണം. അതും പേ ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ ബ്ലൂബി ഇരിക്കുന്നത്. ആക്ച്വലി കേസ് ബ്ലൂബി സെയിൽ ചെയ്യുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. ബ്ലൂബിന് മിസ് ചെയ്യുന്നതാണ് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്, ഫുൾ വീഡിയോ കയറി നോക്കുക. അപ്പോൾ നേരെ നമ്മൾ വീട്ടിലെത്തി. എന്തായാലും കൊറിയർ എന്താ വന്നതെന്ന് എനിക്കറിയില്ല. കൊറിയർ പൊളിച്ച് നോക്കാനുള്ള ആകാംക്ഷയിൽ നമ്മുടെ ഡ്യൂക്കിന്റെ പുതിയ കിറ്റിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് കൊറിയർ പൊളിച്ച് നോക്കുമ്പോൾ 4-5 മുട്ട. ഇതെന്താ പറയുക, മുട്ടയാണോ അയച്ചതെന്ന് വിചാരിച്ചിട്ട് കൊറിയർ പൊളിച്ച് നോക്കുമ്പോൾ ചെറിയ പെർഫ്യൂം സാമ്പിൾ ആണ്. ഒരു പെർഫ്യൂം അഡിക്ഷൻ കൊണ്ട് ഞാൻ വാങ്ങി കൂട്ടുന്നതാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് നല്ല പെർഫ്യൂം ഓർഡർ ചെയ്യണം. സോ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് അടിച്ച് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. നാളെ കാണാം. ഓക്കെ, ബൈ.